നമസ്കാരം. കെ-ഫോൺ പദ്ധതി മലനാട് ചാനലിനെ പ്രശംസിച്ച് മന്ത്രി ഒ.ആർ. കേളു. പ്രധാന വാർത്തകൾ. ഇവിടെ വയനാട് ജില്ലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സർക്കാർ ഏൽപ്പിച്ചത് മലനാടിനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. സർക്കാർ ഏൽപ്പിച്ച കെ-ഫോൺ പദ്ധതി മലനാട് ചാനൽ ഭംഗിയായി നടപ്പാക്കുന്നുവെന്ന് മന്ത്രി ഒ.ആർ. കേളു. ഇന്റർനെറ്റ് ഉപയോഗം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി. കെ-ഫോൺ BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുപ്പാടി യുവരശ്മി ലൈബ്രറിയിൽ മന്ത്രി നിർവഹിച്ചു. ചുണ്ടേൽ ആനപ്പാറയിൽ വീണ്ടും കടുവയിറങ്ങി. മേയാൻ വിട്ട പശുവിനെ കടുവ കൊലപ്പെടുത്തി. വീണ്ടും കടുവയിറങ്ങിയത് നേരത്തെ ഒരേ സമയം 4 കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ. മുണ്ടക്കൈ ദുരന്തം അതിജീവിച്ച കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ടി സിദ്ദിഖ് MLA നടപ്പാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ഉയർപ്പ് മാതൃകാപരമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ഏൽപ്പിച്ച കെ-ഫോൺ പദ്ധതി മലനാട് ചാനൽ ഭംഗിയായി നടപ്പിലാക്കുകയാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു. ഇന്റർനെറ്റ് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും എന്നാൽ അത് ദുരുപയോഗം ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. കെ-ഫോൺ മലനാടിലൂടെ നടപ്പാക്കുന്ന BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് കുപ്പാടി യുവരശ്മി ലൈബ്രറിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യവും ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ-ഫോൺ. ജില്ലയിൽ ഇത് മലനാട് ചാനലിലൂടെയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുപ്പാടി വെള്ളപ്പാട്ട് കോളനിയിലെ ബാലന്റെ വീട്ടിൽ നിർവഹിച്ച് സംസാരിച്ചപ്പോഴാണ് പദ്ധതി നടപ്പിലാക്കിയ മലനാട് ചാനലിനെ മന്ത്രി പ്രശംസിച്ചത്. സർക്കാർ മലനാടിനെ ഏൽപ്പിച്ച പദ്ധതി ചാനൽ ഭംഗിയായി പൂർത്തീകരിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ കെ-ഫോൺ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഇവിടെ വയനാട് ജില്ലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സർക്കാർ ഏൽപ്പിച്ചത് മലനാടിനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. മലനാട് ചാനൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് അധ്യക്ഷത വഹിച്ച IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. മലനാട് കമ്മ്യൂണിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ ബെന്നി എലിയാസ്, ലൈബ്രറി പ്രസിഡന്റും മലനാട് ചാനൽ ന്യൂസ് ഡയറക്ടറുമായ PJ ഗിരീഷ് കുമാർ, കെ-ഫോൺ ജില്ലാ കോർഡിനേറ്റർ മൻസൂർ അലി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K റഷീദ്, കൗൺസിലർമാരായ ഷീബ ചാക്കോ, S രാധാകൃഷ്ണൻ, AR ജയകൃഷ്ണൻ, PR നിഷ, MCOA ജില്ലാ പ്രസിഡന്റ് സുബിൻ V മാത്യു, ലൈബ്രറി സെക്രട്ടറി RS പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങൾക്കറിയാം, ഇൻ്റർനെറ്റ് മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരന് ചെലവേറിയ ഒരു പദ്ധതിയാണ്. അവർക്ക് തീർത്തും സൗജന്യമായി, ഇൻസ്റ്റലേഷൻ ചാർജുമില്ല, മാസവരിയുമില്ലാതെ തികച്ചും സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭിക്കുന്നതിനുള്ള ഒരു സർക്കാരിൻ്റെ പദ്ധതി വളരെ സ്വാഗതാർഹമാണ്. മലനാടിനെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും ആദ്യം ആരംഭിച്ച നെറ്റ്വർക്ക് എന്നതിനപ്പുറം 2024 രാജ്യത്തെ ഏറ്റവും നല്ല നെറ്റ്വർക്കിനുള്ള അവാർഡും കരസ്ഥമാക്കിയ നെറ്റ്വർക്കാണ് മലനാട് കമ്മ്യൂണിക്കേഷൻസ്. ഇൻ്റർനെറ്റ് പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ് കേരളം. എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ്. ഇന്ന് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയിൽ ആദ്യമായി ചിന്തിച്ചത് കേരളമാണ്. ചടങ്ങിന്റെ ഭാഗമായി നഗരസഭ 6ാം ഡിവിഷൻ ശുചിത്വ പ്രഖ്യാപനവും ഈ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ആദരിക്കുകയും ചെയ്തു. മലനാട് ന്യൂസ്, ബത്തേരി. കുപ്പാടി കടമാൻചിറ ഗ്രൗണ്ട് റവന്യൂ വകുപ്പിൽ നിന്നും നഗരസഭ ഏറ്റെടുത്ത് സ്റ്റേഡിയമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി ഒ.ആർ. കേളു. കുപ്പാടി യുവരശ്മി വായനശാല ഭാരവാഹികളുടെ ഇടപെടലിനെ തുടർന്ന് ജനപ്രതിനിധികൾക്കൊപ്പം ഗ്രൗണ്ട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കുപ്പാടി യുവരശ്മി വായനശാലയിൽ കെ-ഫോൺ മലനാട് ചാനലിലൂടെ നടപ്പാക്കുന്ന BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മന്ത്രി ഒ.ആർ. കേളു കടമാൻചിറ ഗ്രൗണ്ട് സന്ദർശിച്ചത്. വായനശാല ഭാരവാഹികളുടെ ആവശ്യാർത്ഥം ജനപ്രതിനിധികൾക്കും ക്ലബ്ബ് ഭാരവാഹികൾക്കുമൊപ്പമാണ് അദ്ദേഹം ഗ്രൗണ്ടിലെത്തിയത്. ഇതിനുശേഷമാണ് ഗ്രൗണ്ട് റവന്യൂ വകുപ്പിൽ നിന്നും നഗരസഭ ഏറ്റെടുത്ത് നഗരസഭ സ്റ്റേഡിയമാക്കാൻ എല്ലാവിധ ശ്രമവും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ നന്നായി കിടന്നാൽ ഈ പിള്ളേർ ആടെ പോയി കളിച്ചോളല്ലോ അല്ലേ.
ഈ മറ്റുള്ള കാര്യത്തേക്ക് പോകില്ലല്ലോ. ഇത് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് പോകുന്നത് അല്ലേ. ഇപ്പോൾ കളിയുണ്ടോ, ചിരിയുണ്ടോ, കൂടിച്ചേരലുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു 400 മീറ്റർ ട്രാക്ക് കൂടുതൽ കിട്ടും എന്നാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം ഞാൻ നടത്താം. നിലവിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെയാണ് നഗരസഭയിലെ 7ഓളം ഡിവിഷനുകളിലെ കുട്ടികളടക്കം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. മുൻപ് റവന്യൂ വകുപ്പ് ഈ ഭൂമി ഭൂരഹിതർക്ക് നൽകാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് റവന്യൂ വകുപ്പ് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പ്രസ്താവന ഏറെ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികളും നഗരസഭയും നോക്കിക്കാണുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. കുപ്പാടി യുവരശ്മി വായനശാല പുസ്തക ചർച്ച നടത്തി. UK കുമാരന്റെ കാണുന്നതല്ല കാഴ്ചകൾ എന്ന നോവൽ ബത്തേരി ഭാരതീയ വിദ്യാഭവൻ അധ്യാപിക രമാഭായി അവതരിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മലനാട് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബെന്നി എലിയാസ് നിർവഹിച്ചു. കുപ്പാടി യുവരശ്മി വായനശാല ഹാളിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു പുസ്തക ചർച്ച നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ UK കുമാരന്റെ കാണുന്നതല്ല കാഴ്ചകൾ എന്ന നോവൽ ഭാരതീയ വിദ്യാഭവൻ അധ്യാപിക രമാഭായിയാണ് അവതരിപ്പിച്ചത്. പുസ്തകം വാങ്ങുന്നവരെല്ലാം പിന്നീട് നന്ദന്റെ സുഹൃത്തുക്കളാവാനാണ്. അതുപോലെ തന്നെ വായനക്കാരെ കുറിച്ച് നന്ദൻ അറിയാം. പുസ്തകങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ടാൽ നന്ദന് മനസ്സിലാവും. തീവണ്ടിയിൽ ഏത് തരം കമ്പാർട്ട്മെന്റുകളിലാണ് വായിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കയറുന്നത് എന്ന് പോലും നന്ദൻ അറിയാം. വായിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിലെത്തുമ്പോൾ നന്ദന് സന്തോഷമാണ് പുസ്തകങ്ങളെ കുറിച്ച് പറയാൻ, അവർ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ കൊടുക്കാൻ. സ്വന്തം മകളെ തന്റെ സുഹൃത്ത് പീഡിപ്പിച്ചു കൊല്ലുകയും ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ സുഹൃത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്ത നന്ദൻ എന്ന കഥാപാത്രത്തിന്റെ വ്യതകളാണ് നോവലിന്റെ പ്രതിപാദ്യം. മലനാട് ചാനൽ അവതാരകൻ വിനയ് കുമാർ അഴിപ്പുറത്ത് മോഡറേറ്ററായിരുന്നു. നിരവധി ലൈബ്രറികൾ ബത്തേരി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം 100 ലൈബ്രറികൾ പൂർണ്ണമായി കഴിഞ്ഞു. അവിടെയൊക്കെ പഴയ കാലഘട്ടം പോലെയല്ല, നിരവധി പുസ്തകങ്ങളുമുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളോട് സമീപിക്കാൻ നേരത്തെ പ്രിയപ്പെട്ട ബെന്നി സാർ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ എടുക്കാൻ ആളില്ല എന്നുള്ള ഈ ഒരു അവസ്ഥയിലാണ് പുസ്തക ചർച്ച സജീവമാകുമ്പോൾ പുസ്തകങ്ങൾ നേരിട്ട് വായിച്ചില്ല എങ്കിൽ പോലും ഒരാൾ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആശയതലങ്ങളെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാനും ആ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ബോധ്യപ്പെടാനും അത് കേൾക്കുന്നവർക്ക് കഴിയും എന്നുള്ള ഒരു പുതിയ തന്ത്രം അല്ലെങ്കിൽ ഒരു ചിന്ത എല്ലാവരിലേക്കും വരികയും അത് പൂർണ്ണമാവുകയും ചെയ്യുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം മലനാട് ചാനൽ MD ബെന്നി എലിയാസ് നിർവഹിച്ചു. ഇപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? വയലൻസ് ആണ് ഹീറോയിസം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. പാട്ടായാലും സിനിമയായാലും വയലൻസ് എവിടെ ഉണ്ടോ അതിലേക്കാണ് കുട്ടികളൊക്കെ ഉയർത്തി കൊണ്ടുവരണം എന്ന ചർച്ചയിൽ നിന്നാണ് ബാബു അബ്ദുറഹ്മാൻ, ജയൻ കുപ്പാടി, മീനു ഗിരീഷ്, ഫിലിപ്പ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വായനശാല പ്രസിഡന്റ് PJ ഗിരീഷ് കുമാർ, വേണുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് വായനശാല എന്നും എന്താണ് എഴുത്തുകാരെന്നും എല്ലാം കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് കൂടിയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. ചുണ്ടേൽ ആനപ്പാറയിൽ വീണ്ടും കടുവയിറങ്ങി. മേയാൻ വിട്ട പശുവിനെ കടുവ കൊലപ്പെടുത്തി. ആനപ്പാറ സ്വദേശി ഈശ്വരന്റെ കറവയുള്ള പശുവിനെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത്. ക്ഷേത്രത്തിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. നേരത്തെ ഒരേ സമയം 4 കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിലാണ് വീണ്ടും കടുവയിറങ്ങിയത്. ചുണ്ടേൽ ആനപ്പാറയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. 2 ദിവസം മുൻപ് കാണാതായ പശുവിനെ കടുവ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആനപ്പാറ സ്വദേശി ഈശ്വരന്റെ പശുവിനെയാണ് കടുവ കൊലപ്പെടുത്തി ഭക്ഷിച്ചത്. പശുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ക്ഷേത്രത്തിന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്തു നിന്നും ജഡാവശിഷ്ടം കണ്ടെത്തിയത്. മേപ്പാടി റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കടുവയാണ് പശുവിനെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു. വീണ്ടും കടുവയിറങ്ങാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. എത്രയും വേഗം കൂടുവെച്ച് കടുവയെ പിടികൂടാൻ നടപടി വേണമെന്ന് വാർഡ് മെമ്പർ ബീന ആവശ്യപ്പെട്ടു. അറിയില്ല, സംഭവം കൃത്യമായിട്ട് അറിയില്ല. കുറേ നാളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ 2-3 ഒരാഴ്ച അവരുടെ പശുവിനെ കാണുന്നില്ല എന്നവർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ കിട്ടിയോന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ അതിനെ ഇവിടെ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഒന്ന് ഫോറസ്റ്റ് ടീമൊക്കെ വന്നിട്ടുണ്ട്, RRT ടീമൊക്കെ വന്നിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നേരത്തെ ഒരേ സമയം 4-ൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശമാണിത്. കടുവകളെ പിടികൂടാനായി
കൂട് സ്ഥാപിച്ചിരുന്നുവെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും കടുവയെത്തിയത്. സ്ഥലത്ത് പട്രോളിംഗ് നടത്തുമെന്നും കടുവയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുക ഏപ്രിൽ 4 ശേഷം. തോട്ടഭൂമി ഏറ്റെടുത്തതിലെ അപാകത ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ സമർപ്പിച്ച ഹർജി 4 ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. തുച്ഛമായ വില നൽകിയാണ് ഭൂമി ഏറ്റെടുത്തതെന്നാണ് എൽസ്റ്റന്റെ വാദം. നിർമ്മാണ പ്രവൃത്തികൾ സ്റ്റേ ചെയ്യാൻ സാധ്യതയില്ലെങ്കിലും കോടതി നടപടി കൂടി കഴിഞ്ഞ് പ്രവൃത്തികൾ ആരംഭിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് അധികൃതർ. ടൗൺഷിപ്പ് പദ്ധതിക്ക് ശിലാസ്ഥാപനം നിർവഹിച്ച തൊട്ടടുത്ത ദിവസം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിരുന്നു നീക്കം. നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സർവ്വസജ്ജമായി രംഗത്തുണ്ട്. എന്നാൽ ഭൂമി ഏറ്റെടുത്തതിലെ വില നിശ്ചയിച്ചതിലുള്ള അപാകത ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് ഏപ്രിൽ 4 കോടതി പരിഗണിക്കുന്നുമുണ്ട്. അതിനുശേഷം മാത്രം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചാൽ മതിയെന്ന നിലപാടിലാണ് അധികൃതർ. 26 കോടി രൂപയാണ് 64 ഹെക്ടർ സ്ഥലത്തിന് സർക്കാർ നിശ്ചയിച്ചത്. ഈ തുക സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യപ്പെട്ട തുകയുടെ 1/4 മാത്രമാണ് സർക്കാർ നൽകിയതെന്നാണ് ഉടമയുടെ പരാതി. നിർമ്മാണ പ്രവൃത്തികൾക്ക് സ്റ്റേ നൽകാൻ സാധ്യതയില്ലെങ്കിലും കോടതി നടപടി നിരീക്ഷിച്ച ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് അധികൃതരുടെ ഇപ്പോഴത്തെ നിലപാട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ടി സിദ്ദിഖ് MLA നടപ്പിലാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ഉയർപ്പ് മാതൃകാപരമെന്ന് പ്രിയങ്ക ഗാന്ധി. കൽപ്പറ്റയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പദ്ധതി കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതിന് സഹായകരമാകുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നാണ് 2 കോടി രൂപയോളം ചിലവ് വരുന്ന വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കൽപ്പറ്റ MLA ടി സിദ്ദിഖിന്റെ MLA കെയർ ആവിഷ്കരിച്ച സമഗ്ര ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. കൽപ്പറ്റ എമിലിയിലെ ഡെസ്റ്റിനി ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദുരന്ത മേഖലയിലെ കുട്ടികൾക്കായി ആവിഷ്കരിച്ച പദ്ധതി ഏറെ മാതൃകാപരമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഒരു രക്ഷിതാവിന്റെ കരുതലോടെ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. I would like to congratulate Advocate T. Siddiq ji for his novel initiatives like the Spark to train youth for competitive examinations, particularly from marginalized communities. To congratulate the Malabar Gold Foundation for distributing rupees 62 lakhs until now and for their proposal to fund college fees to the tune of rupees 2 crores till the students finish their education. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയാണ് ഉയർപ്പെന്നും പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് 2 കോടി രൂപയോളം ചിലവ് വരുന്ന സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലെ 134 വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പണച്ചെലവാണ് പൂർണ്ണമായും ഉയർപ്പ് പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. കുട്ടികൾക്ക് അനുമോദന പത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. സെമസ്റ്റർ ഫീ, കോഴ്സ് ഫീ, എക്സാം ഫീ, ഇന്റേൺഷിപ്പ് തുടങ്ങി മുഴുവൻ ചിലവുകളും ഏറ്റെടുക്കും. പദ്ധതി ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ AP അഹമ്മദ് പറഞ്ഞു. And ensuring that 50% subvention was there for the fees and rest is provided by Malabar Foundation. And I'll also promise one thing, like when Mr. Ahmed was talking to me 2 days back, he was saying that it's not just the education, but the placement is also in its mind. കുട്ടികൾക്ക് പഠനത്തിന് ശേഷം ജോലി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടി സിദ്ദിഖ് MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വാർത്തകളിലേക്ക്.
നെന്മേനി കുന്താണിയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് പുലി. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പ്രദേശവാസികൾ പുലിയെ കണ്ടത്. തൊവരിമല എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾക്കിടയിലെ പാറയിൽ കിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടത്. ജനവാസ കേന്ദ്രത്തോട് തൊട്ടുചേർന്ന് പുലിയെ കണ്ടതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായി. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് മാൻ ചാടി നിയന്ത്രണം വിട്ടുമറിഞ്ഞ കോൺഗ്രസ് നേതാവിന് പരിക്ക്. നൂൽപ്പുഴ വടക്കനാട് കൈനിക്കൽ ബെന്നിക്കാണ് സാരമായി പരിക്കേറ്റത്. സംഭവം വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണം. പച്ചാടി താമരക്കുളത്തിന് സമീപം വെച്ച് ഒരു മാൻ വണ്ടിയുടെ മുകളിലേക്ക് എടുത്തിയാടുകയും ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് താഴെ വീഴുകയും എൻ്റെ ഷോളറും 4 റിബിനും പൊട്ടലേൽക്കുകയും ചെയ്തത്. ഈ വിവരം വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനെ വിളിച്ചറിയിച്ചെങ്കിലും ഇതുവരെ വനംവകുപ്പിൻ്റെ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പല സന്ദർഭങ്ങളിലും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്കൂൾ നഷ്ടമായ വെള്ളാർമലയിലെ കുട്ടികൾക്ക് പുതിയ സ്കൂൾ കെട്ടിടം നാളെ യാഥാർത്ഥ്യമാകും. ബിൽഡേഴ്സ് അസോസിയേഷൻ 3 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം നാളെ രാവിലെ 10:30 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. 12 ക്ലാസ് മുറികളും 16 ശുചിമുറികളുമാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ളത്. സ്ഥലം അനുവദിച്ചാൽ ഹോസ്റ്റൽ കെട്ടിടവും 6 മാസത്തിനകം നിർമ്മിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തബാധിതരുടെ പുനരധിവാസം പോലും യാഥാർത്ഥ്യമാകും മുൻപ് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് പുതിയ കെട്ടിടം വാഗ്ദാനം നൽകിയതിലും നേരത്തെ തന്നെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് 3 കോടി രൂപ ചിലവിൽ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളാർമല സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 12 ക്ലാസ് മുറികളും 16 ശുചിമുറികളുമാണ് നിർമ്മിച്ചു നൽകുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വെള്ളാർമല സ്കൂൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. 550 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇതിനിടയിലാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. പണി പൂർത്തിയാക്കിയ 8 ക്ലാസ് മുറികളുടെയും 10 ശുചിമുറികളുടെയും ഉദ്ഘാടനം നാളെ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റൂൾസ് ഒക്കെ അനുസരിച്ചുള്ള എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അതേപോലെ തന്നെ ആ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളൊരു പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട്. അതിനകത്ത് കാരണം സ്കൂളിനൊരു സ്റ്റാൻഡേർഡ് റൂം സൈസ് ഉണ്ട്. പ്ലസ് നിങ്ങൾ അവിടെ വന്ന് നോക്കിയാൽ കാണും, നമ്മളത് അവിടെ ഗ്രൗണ്ടിന് ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു പവലിയൻ പോലെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വലിയൊരു വരാന്തയൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 3-നായിരുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 6 മാസത്തിനുള്ളിൽ 2 നില കെട്ടിടം നിർമ്മിച്ചു നൽകി. അനുയോജ്യമായ സ്ഥലം അനുവദിച്ചാൽ ഹോസ്റ്റൽ സൗകര്യത്തോടെയുള്ള കെട്ടിടവും ഉടൻ നിർമ്മിച്ചു നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി സമീപത്തെ വീടുകളിലേക്കും റോഡിലും വെള്ളം കയറുന്നത് ദുരിതമാകുന്നു. സുൽത്താൻ ബത്തേരി മാക്കുറ്റി 4 സെന്റ് കോളനിയിലാണ് സംഭവം. വിവരം അധികൃതരെ അറിയിച്ചെങ്കിലും നന്നാക്കാൻ നടപടിയില്ലെന്നും കുടുംബങ്ങളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വീടുകളിലേക്ക് വെള്ളമെത്തിക്കാനായി 4 സെന്റ് കോളനി പാതയോരത്ത് സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. തുടർന്ന് വെള്ളം റോഡിലും സമീപത്തെ വീട്ടുമുറ്റത്തും നിറഞ്ഞു. വയൽ പ്രദേശമായതിനാൽ പൈപ്പ് പൊട്ടി വീട്ടുമുറ്റത്ത് നിറയുന്ന വെള്ളം താഴാത്തതിനാൽ ഏറെ പ്രയാസമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇവിടെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പറെ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തണം. ഇതുവരെ മെമ്പർ ഇവിടെ വന്നിട്ടില്ല, നോക്കിയിട്ടുമില്ല. മഴക്കാലമായിട്ടുണ്ടെങ്കിലും സ്ഥിരം ഈ റോട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. വീടിൻ്റെ ഉള്ളിൽ തറൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി, അപ്പുറത്തെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഈ റോഡിന് എടുത്ത് തരണമെന്ന് ഞങ്ങൾ പറയാണ്. ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇത് വലിയൊരു സഹായമാകും. പൈപ്പ് പൊട്ടി വെള്ളം കയറി ദുരിതത്തിലാകുന്നത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയില്ലെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. മഴക്കാലത്തും ഇത്തരത്തിൽ റോഡിൽ വെള്ളം നിറഞ്ഞ് യാത്രാ പ്രശ്നം ഉണ്ടാകാറുണ്ടെന്നും അതിനാൽ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. ആചാരപ്പെരുമകൾ കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് സമാപനം. അടിയറകൾ ഇന്നലെ കാവിൽ സംഗമിച്ചത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ.
ചിറക്കര ജെസി തലപ്പുഴ തേറ്റമല കൂളിവയൽ ചെറുകാട്ടൂർ കോളനി കമ്മന നാഗത്താൻകാവ് കൂടൽക്കടവ് കുട്ടിച്ചാത്തൻകാവ് താഴേക്കൊയിലേരി ഭഗവതിക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് അടിയറ എഴുന്നള്ളത്തുകൾ എത്തിയത്. അവസാന ദിനമായി ഇന്നലെ 10,000-ങ്ങളാണ് വള്ളിയൂർക്കാവിലേക്ക് ഒഴുകിയെത്തിയത്. പന്ത്രണ്ട് മണിയോടെ എല്ലാ അടിയറുകളും ഇളനീർക്കാവുകളുടെ അകമ്പടിയോടെ വള്ളിയൂർക്കാവിലെത്തി. ഇളനീർക്കാവുകൾ വള്ളിയൂരമ്മയ്ക്ക് അഭിഷേകം നടത്തി. തുടർന്ന് വള്ളിയൂരമ്മ പാണ്ടിമേളത്തോടെ ആനപ്പുറത്ത് താഴേക്കാവിലേക്ക് എഴുന്നള്ളി. സമാപനം ആറാട്ട് എണ്ണത്തോടെ ദാരികാവത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. കാളി ദാരികയെ വധിക്കുന്ന രംഗം പല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമായിട്ടാണ്. ദേവിയെ മണിപ്പുറ്റിലിറക്കി എഴുന്നള്ളിച്ച ശേഷം പാട്ടുപുരയിലെ പാട്ടിന് ശേഷം ദേവി 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആറാട്ടുതറയിലേക്ക് എഴുന്നള്ളിച്ചു. കോമരനൃത്തം, ഇറക്കിപ്പൂജ, കബനി നദിയിൽ വള്ളിയൂരമ്മയുടെ ആറാട്ട് എന്നീ ചടങ്ങുകൾക്ക് ശേഷം മേലേക്കാവിലെത്തി. തുടർന്ന് ദേശക്കാരുടെ അരിച്ചാർത്തൽ ചടങ്ങ് നടത്തി. താഴേക്കാവിലേക്ക് വീണ്ടും എഴുന്നള്ളിച്ചാണ് കോമരനൃത്തവും ഒപ്പന ദർശനവും നടത്തിയത്. പള്ളിയറയിലേക്ക് വാളും ചെങ്കോട്ടയ്ക്ക് ഒപ്പനയും തിരിച്ചു പോകുന്നതോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവ് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ അടിയറ വരവ് കാണാൻ എത്തിയവർക്ക് ഇത്തവണ നിരാശ മാത്രം. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അടിയറകൾ ഒഴിവാക്കി. ഉപക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ സഹായമില്ലാത്തതാണ് പല ക്ഷേത്രങ്ങളും അടിയറ ഒഴിവാക്കാൻ കാരണം. ഇവർക്ക് ആവശ്യമായ സഹായം ദേവസ്വം ബോർഡ് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ അടിയറകൾ പൂർണ്ണമായും നിലയ്ക്കും. വള്ളിയൂർ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് അടിയറ വരവ്. ചിറക്കര, ജെസി, തലപ്പുഴ, തേറ്റുമല, കൂളിവയൽ, ഒണ്ടയങ്ങാടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് അടിയറകൾ വരാറുള്ളത്. എന്നാൽ ഇത്തവണ മിക്ക ക്ഷേത്രങ്ങളും അടിയറകൾ ഒഴിവാക്കി. വാഹനങ്ങൾ ഉൾപ്പെടെ ഇളനീർക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചു മടങ്ങുകയാണ് ചെയ്തത്. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് മിക്ക ക്ഷേത്രങ്ങളും ഇത്തവണ അടിയറ ഒഴിവാക്കിയതിന് പിന്നിൽ. ഒരു അടിയറയ്ക്ക് 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ചെലവാണ് വരുന്നത്. ഒപ്പം ആനകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഇവരെ ബാധിച്ചു. അടിയറയ്ക്ക് ആവശ്യമായ തുക ദേവസ്വം ബോർഡ് നൽകണമെന്ന നിരവധി വർഷമായി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് ഇതുവരെയും ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിനുള്ളത്. അതിൽ നിന്നും ഒരു തുക അടിയറ കമ്മിറ്റികൾക്ക് നൽകണമെന്നാണ് പ്രധാന ആവശ്യം. ഇനിയും ദേവസ്വം ബോർഡ് ഈ നിലപാട് സ്വീകരിച്ചാൽ അടുത്ത വർഷം മുതൽ പൂർണ്ണമായും അടിയറകൾ നിർത്തിവെക്കാനാണ് കമ്മിറ്റികളുടെ തീരുമാനം. അപ്പോൾ നിരന്തരമായിട്ട് അവരുടെ കമ്മിറ്റികളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിനനുകൂലമായിട്ടുള്ള ഒരു തരത്തിലുള്ള സമീപനവും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള സമീപനം വരുന്നതിനോട് ഇപ്പോൾ ഇത്ര അടിയറകളൊക്കെ കുറഞ്ഞു. ഇനിയിപ്പോൾ ഈ വർഷം തന്നെ ഞങ്ങൾ തലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ വർഷം വരണ്ട എന്നുള്ള തീരുമാനം എടുത്തു. പിന്നെ ചടങ്ങുകൾ തെറ്റിക്കരുത്, വർഷങ്ങളായി കാലാകാലങ്ങളായിട്ട് കൊണ്ടുകൊടുക്കുന്ന ഒരു ചടങ്ങ് തെറ്റിക്കണ്ട എന്നുള്ള ശക്തമായ അഭിപ്രായത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പം ഈ വർഷം കൂടെ നമ്മളിത് വരുന്നത്. ഇനി അടുത്ത കൊല്ലം ഇതും കൂടെ മുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഇത് നിന്നു പോകാതിരിക്കണമെങ്കിൽ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ കൃത്യമായൊരു ഇടപെടൽ ഇതിൽ ഈ ക്ഷേത്ര കമ്മിറ്റികൾക്ക് വേണ്ടിയിട്ട് നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അടിയറ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അടിയറ എഴുന്നള്ളത്ത് കാണാനായി ഇന്നലെ മാനന്തവാടിയിൽ 100 കണക്കിന് ആളുകൾ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നെങ്കിലും ഇവർക്ക് നിരാശ മാത്രമാണ് ഉണ്ടായത്. മലനാട് ന്യൂസ്, മാനന്തവാടി. മാനവ സ്നേഹത്തിന്റെ പെരുമ വിളിച്ചോതി ഡിവൈഎഫ്ഐ കൃഷ്ണഗിരി മേഖലാ കമ്മിറ്റിയുടെ ഇഫ്താർ സംഗമം. ഒപ്പം ലഹരിക്കെതിരെ കൈകോർക്കാം, പൊരുതാം ഒറ്റക്കെട്ടായി എന്ന ആഹ്വാനവുമായി നടത്തിയ സമൂഹ നോമ്പുതുറയിൽ കൃഷ്ണഗിരിയിലെ നാട്ടുകാരും യാത്രക്കാരും ഡ്രൈവർമാരുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാവരും ഒത്തുചേരും. കേരളത്തിന്റെ മതസൗഹാർദ്ദ മാതൃക ഒന്ന് വേറെ തന്നെയാണ്. ചേർത്ത് പിടിക്കാം, മതനിരപേക്ഷതയെ അകറ്റി നിർത്താം, ലഹരിയെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ കൃഷ്ണഗിരി മേഖല ഇത്തവണ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. സംഗമം ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സെക്രട്ടറി KM ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ആഘോഷത്തിനൊപ്പം അതുപോലെ തന്നെ അവരുടെ പരിപാടികൾക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഡിവൈഎഫ്ഐയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓണാഘോഷ പരിപാടിയായാലും അതുപോലെ തന്നെ ക്രിസ്മസ് പോലെയുള്ള പരിപാടികളായാലും നമ്മുടെ പെരുന്നാൾ ഉൾപ്പെടെയുള്ള മറ്റ് പരിപാടികളെല്ലാം ഡിവൈഎഫ്ഐ
പ്രദേശത്തെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. സഹജീവി സ്നേഹമാകണം മാനവ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ചാലകശക്തിയെന്ന സ്നേഹസംഗമം അഭിപ്രായപ്പെട്ടു. മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെ യോഗത്തിൽ അഭിനന്ദിച്ചു. ജില്ലാ പ്രസിഡന്റ് KR ജിതിൻ, ഫാസിൽ, സജിത്, TP ഋതുഷോബ്, ജിഷ്ണു, ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, മീനങ്ങാടി. കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്ഥാപക പ്രസിഡന്റും 25 വർഷം വായനശാലയുടെ പ്രസിഡന്റുമായിരുന്ന M. ജനാർദ്ദനൻ പിള്ളയെ ആദരിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി OR കേളുവാണ് ജനാർദ്ദനൻ പിള്ളയെ ആദരിച്ചത്. ചടങ്ങിൽ IC ബാലകൃഷ്ണൻ MLA, ജനപ്രതിനിധികൾ, വായനശാല ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ബിസിനസ് മലനാട്. ബത്തേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. ബത്തേരി എടത്തറ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബത്തേരി യൂണിറ്റ് പ്രസിഡന്റ് PY മത്തായി ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ വിരുന്നിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ബത്തേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചീഫ് മാനേജർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ നിക്കോളാസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈകിട്ട് 6 മണി മുതൽ ആരംഭിച്ച വൈവിധ്യമായ ഭക്ഷണ വിഭവങ്ങളുള്ള ഇഫ്താർ വിരുന്നിൽ 750-ലധികം ആളുകൾ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു. ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ബത്തേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ സുഫൈർ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബത്തേരി മാനേജർ ഫൈസൽ മുഹമ്മദ്, ബത്തേരി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഹാരിഫ് CK, ബത്തേരി ട്രാഫിക് SI സാജു, CPIM ബത്തേരി ഏരിയ സെക്രട്ടറി ജയപ്രകാശ്, വ്യാപാരി വ്യവസായി സമിതി ബത്തേരി യൂണിറ്റ് സെക്രട്ടറി ശശി അത്തോളി, വർഗീസ് CP, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരിയിലെ ജാതി മത ഭേദമന്യേ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇവിടെ വയനാട് ജില്ലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സർക്കാർ ഏൽപ്പിച്ചത് മലനാടിനെയാണ്. അപ്പോൾ ആ മലനാട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. സർക്കാർ ഏൽപ്പിച്ച കെ-ഫോൺ പദ്ധതി മലനാട് ചാനൽ ഭംഗിയായി നടപ്പാക്കുന്നുവെന്ന് മന്ത്രി OR കേളു. ഇന്റർനെറ്റ് ഉപയോഗം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി. കെ-ഫോൺ BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുപ്പാടി യുവരശ്മി ലൈബ്രറിയിൽ മന്ത്രി നിർവഹിച്ചു. ചുണ്ടേൽ ആനപ്പാറയിൽ വീണ്ടും കടുവയിറങ്ങി. മേയാൻ വിട്ട പശുവിനെ കടുവ കൊലപ്പെടുത്തി. വീണ്ടും കടുവയിറങ്ങിയത് നേരത്തെ ഒരേ സമയം 4 കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ. മുണ്ടക്കൈ ദുരന്തം അതിജീവിച്ച കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി T. സിദ്ദിഖ് MLA നടപ്പാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ഉയർപ്പ് മാതൃകാപരമെന്ന് പ്രിയങ്ക ഗാന്ധി MP. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ സുമി മധു ചേരും. നമസ്കാരം.